ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുഞ്ഞു റൂമിന് കൊടുത്തൊരു വലിയ മേക്ക് ഓവർ കാണിച്ചു തരാവേ. അപ്പോൾ സാധാരണ പോലെ തന്നെ ആഫ്റ്റർ റിസൾട്ട് കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ബിഫോർ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാം. ആദ്യമേ നമ്മൾ ഈ ഒരു റൂം കാണുമ്പോൾ ഇതൊക്കെയായിരുന്നു അവസ്ഥ. ഈ ഫ്ലാറ്റ് ഇതിന് മുമ്പ് പെയിന്റ് ചെയ്തത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പെയിന്റ് ഒക്കെ ആകെ ഫെയ്ഡായി പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളമൊക്കെ കയറി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇരുന്നത്. ആൻഡ് നമ്മുടെ ഫ്ലാറ്റിന്റെ ഓണർ ജെറിച്ചേട്ടൻ നമുക്ക് വീട് ഫുള്ള് വൈറ്റ് കളർ പുട്ടിയൊക്കെ ഇട്ട് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി തന്നു കേട്ടോ. ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാനും പിന്നെ ഫുള്ളി കോൺഫിഡന്റ് ആയി. ഒരു അടിപൊളി മേക്ക് ഓവർ ഒക്കെ കൊടുത്താൽ അങ്ങ് കുട്ടപ്പനാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇതുണ്ടല്ലോ അത്യാവശ്യം ഒരു ചെറിയ റൂമാണ്. ഇതിലൊരു കിങ് സൈസ് ബെഡ് ഇട്ടപ്പോൾ തന്നെ റൂം പിന്നെയും ചെറുതായ പോലെ എനിക്ക് അതുകൊണ്ട് ഒരുപാട് കലാപരിപാടികളൊന്നും ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതിനുള്ളിലില്ല. ഈ റൂമിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പോർഷൻ ഇതിന്റെ ബാൽക്കണി തന്നെയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കാൻ. എത്ര നേരം വേണേലും ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കൂട്ടോ. പിന്നെ നമ്മുടെ ഫ്ലാറ്റ് അങ്ങ് മേളിൽ 12th ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഈവനിങ് ടൈമിലും രാത്രിയിലും സൺറൈസ് ടൈമിലും കാണാൻ നല്ല രസമാണ്. പക്ഷെ അത് കാണാൻ വേണ്ടി രാവിലെ എഴുന്നേക്കാൻ എനിക്ക് കുറച്ച് മടിയാണ്. പക്ഷേ ഈവനിങ് ടൈം നമ്മൾ അങ്ങനെ മിസ് ചെയ്യാറില്ല. ഒരു പാട്ടൊക്കെ വെച്ച് ഇവിടെ വന്നിരിക്കാറുണ്ട്. ആൻഡ് ഈ ഫ്ലാറ്റിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ 2 ബെഡ്റൂമിലും ബാൽക്കണി ഉണ്ട്. ഒരു 5 മണിയൊക്കെ ആയിന്ന് അലാം പോലും വെക്കാതെ ഞാൻ അറിയുന്നത് ദൈവന്മാരുള്ളതുകൊണ്ടാട്ടോ. ഈ പിള്ളേർ അവിടെ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂവല് നമ്മുടെ ഹോൾ വരെ കേൾക്കാം. പക്ഷെ അതൊന്നും ഒരു ഡിസ്റ്റർബൻസ് അല്ല. ഞാൻ അത്രയും എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എനിവേ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാൻ റൂം മേക്ക് ഓവർ. അതിന്റെ ഭാഗമായിട്ട് ആദ്യമേ ഞാൻ ചെയ്തത് ഈ ഒരു വാർഡ്രോബിന്റെ ലുക്ക് മാറ്റിയതായിരുന്നു. ഇതിന് മുന്നേ ഇങ്ങനെയാണ് ഇരുന്നിരുന്നത്. ഒരു വുഡൻ ഷെയ്ഡിൽ പ്ലൈവുഡ് ഒക്കെ വെച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ കുറെ നാളായതുകൊണ്ട് തന്നെ അതിന്റെ മേലത്തെ പോളിഷ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെങ്കിലും അത്യാവശ്യം ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ലുക്ക് വൈസ് അടിപൊളിയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സ്പ്രേ പെയിന്റ് കൊണ്ട് അതിന്റെ ബോർഡർ പോർഷൻ ഫുള്ള് വൈറ്റിൽ കവർ ചെയ്തു. പ്രൊഫഷണൽ രീതിയിൽ ഇതിന്റെ ലുക്ക് മാറ്റണമെങ്കിൽ ഇങ്ങനൊന്നും അല്ല കേട്ടോ. എക്സ്ട്രാ മൈക്ക് ഒക്കെ വാങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അത് കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അഫോർഡബിൾ ആയിട്ടും എസ്തെറ്റിക് ആയിട്ടും അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് വോൾ സ്റ്റിക്കേഴ്സ് വെച്ച് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ നേരെ അടുത്തുള്ള ഷോപ്പിൽ പോയി കുറെ എണ്ണം കണ്ടു. അതിന് അവസാനം ഈ 3 ഫൈനലൈസ് ചെയ്തു. അതിൽ ഈ ഒരു സംഭവം കേട്ടോ നമ്മൾ റൂമിലേക്ക് ഒട്ടിച്ചത്. ബാക്കി 2 കിച്ചണിലേക്ക് വേണ്ടിയായിരുന്നു. ഇതിലൊരു ചെറിയ ടെക്സ്ചർ ഒക്കെ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് നൈസ് ആയിട്ടില്ലേ. ഈ ഒരു വാർഡ്രോബിന്റെ ബിഫോർ ലുക്കാണോ ആഫ്റ്റർ ലുക്കാണോ ഇഷ്ടമായെന്ന് പറയണേ. അതേപോലെ തന്നെ ഇതിന്റെ കോസ്റ്റ് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ റൂമിന്റെ ലുക്ക് മാറ്റുന്ന പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ. പക്ഷെ തരാൻ എൻ്റെ ലിങ്ക് ഇല്ല കേട്ടോ. ഇത് നമ്മളിവിടെ ബ്രോഡ്വേന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ക്വാളിറ്റി വൈസ് ആയാലും ലുക്ക് വൈസ് ആയാലും പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിലും ഇത് ഭയങ്കര വൃത്തിയായിരുന്നു കേട്ടോ. നല്ല പ്യോർ കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ കിടക്കാനും നല്ല സുഖമാണ്. ലുക്സും കംഫർട്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പോളിസ്റ്റർ കൈൻഡ് ഓഫ് ബെഡ്ഷീറ്റ്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം കിടക്കുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ ആണ്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സുഖം കിട്ടിയില്ലെങ്കിൽ അതൊരു ഇതില്ലല്ലോ. ഈവൻ ഇപ്പോൾ നമ്മൾ ഡെയിലി ഇടാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫാബ്രിക് കോട്ടൺ ആയാലും എനിക്ക് അത്രയും സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റും വിരിച്ചു, പില്ലോയ്ക്കൊക്കെ കവറും ഇട്ടു. ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് കേർട്ടൺ ഇടാം. ഈ ഒരു പരിപാടി എന്നെ കുറേ വട്ടം ചുറ്റിച്ചു കേട്ടോ. കാരണം എവിടെ ഇടണം എന്ന് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ ആദ്യം ഇട്ട ഓഫ് വൈറ്റ് കേർട്ടൺ എനിക്ക് ഓക്കെ ആയിരുന്നു. ബട്ട് നമ്മുടെ വോളൊക്കെ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റും ഓഫ് വൈറ്റും തമ്മിൽ ജെല്ലാവോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു വൈറ്റ് കേർട്ടൺ, ഗ്രീൻ കേർട്ടൺ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു. അവസാനം ഞാൻ സെറ്റാക്കിയത് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമ്പോഴും ഫൈനൽ ലുക്ക് എന്താവുമെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കയ്യിൽ കിട്ടുന്നത് അവിടെ ഇവിടെയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാന്ന് മാത്രമേ ഞാൻ ഓർത്തിട്ടുള്ളൂ. ഞാനാണെങ്കിൽ എന്നും വൈകിട്ട് കിടക്കുമ്പോൾ പിൻട്രസ്റ്റിൽ കയറി ഇങ്ങനെ നോക്കും ബെഡ്റൂം മേക്ക് ഓവർ ഐഡിയാസ് അത് ഇതൊക്കെ. പക്ഷെ എല്ലാം കണ്ടൊരു അവിയൽ പരുവായി. അങ്ങനെ ഒടുവിൽ ഞാൻ വിഷമത്തോടെ ആണെങ്കിലും റിയലൈസ് ചെയ്തു അവർ കാണിക്കുന്ന റൂമല്ല എൻ്റെ റൂം. അവരുടെ കയ്യിലുള്ള ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എൻ്റെ റൂമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വരുന്നത് പോലെ വരട്ടെ എന്ന് ഓർത്തിട്ട് യാതൊരു മുൻവിധി ഇല്ലാണ്ട് തുടങ്ങിയ പരിപാടിയാണ് ഇതൊക്കെ. അങ്ങനെ കേർട്ടൺ ഇട്ടു. ഈ ഒരു ക്ലോക്ക് ഞങ്ങളിവിടെ വരുമ്പോൾ തൊട്ടേ അവിടെ ഇരിക്കുന്നതാണ്. അവനെ അങ്ങ് എടുത്ത് മാറ്റി. ആമസോണിൽ നിന്ന് നല്ലൊരു ടേബിളും അതിന് പറ്റിയൊരു ചെയറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും കൂടെ ആ കോർണറിലേക്ക് എടുത്തങ്ങ് ഇട്ടു. ഇതിന്റെ 2 ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, അതും ഞാൻ തരാം. ഇനി ഈ കൊണ്ടുവന്ന് എടുത്താൽ പൊങ്ങാത്ത സാധനവും ആമസോണിൽ തന്നെയാണ്. പക്ഷേ ഇത് പുതിയതൊന്നും അല്ല കേട്ടോ. കുറേ നാളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. ഈ വൈറ്റിനെ വൈറ്റായിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലോണം വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ടുള്ള ചെളിയും അഴുക്കും അതിലുണ്ടായിരുന്നു. വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റെയിൻസ് ഒക്കെ കയറി പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള റിമൂവർ യൂസ് ചെയ്താൽ പെട്ടെന്ന് മാറി കിട്ടും. ഇനി അതിൻ്റെ മേലേക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ നേരത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ സംഭവമൊക്കെ നമ്മുടെ കയ്യിൽ കുറേ നാളായിട്ടുള്ളതാണ്. എവിടുന്നാ വാങ്ങിയെന്ന് ചോദിച്ചാൽ
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്നോ വെബ് സൈഡിൽ നിന്നോ നേരത്തെ വാങ്ങിയതാട്ടോ. അങ്ങനെ ഒരു ക്ലോക്ക്, കുഞ്ഞു കുഞ്ഞു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എല്ലാം കൂടെ വെച്ച് ഞാൻ ആ ഒരു സ്റ്റാൻഡ് മൊത്തത്തിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. സൂക്ഷിച്ച് നോക്കണ്ട, എല്ലാം ആർട്ടിഫിഷ്യലാണ്. ഒറിജിനൽ പ്ലാന്റ്സ് ഒന്നും ഈ റൂമിലേക്ക് കയറ്റിയിട്ടില്ല കേട്ടോ. ചിലത് ശരിയാവും, ചിലത് ശരിയാവൂല എന്ന് പറയുന്ന പോലെ ഹാമ്പേഴ്സിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ നൈറ്റ് ലാംപ്സ് മേടിക്കുമ്പോൾ വർക്ക് ആവാത്ത കുറേ ഐറ്റംസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവന്മാരെയൊക്കെ ഇത് ഇവിടെ കൊണ്ടുവച്ചു. അതിൽ വെച്ചേക്കുന്ന ഒരു പാണ്ട മാത്രം വർക്കിംഗ് ആട്ടോ, ബാക്കിയെല്ലാം ഡമ്മീസാണ്, ഒന്നും വർക്ക് ചെയ്യില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയില്ലേ, അതുകൊണ്ട് ഞാൻ കളയത്തൂല്ല. സോ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ പ്രൊജക്ടർ, ഇത് ഞാൻ ആവശ്യമുള്ളപ്പോൾ കൊണ്ടുപോയി സിനിമ കണ്ടിട്ട് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കും. കാരണം പ്രൊജക്ടർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം, അത് ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്വന്തം ഫോട്ടോ വെച്ചിട്ടുള്ളൊരു കലണ്ടറാണ്. സാൻസ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നാണ്. കാണാൻ നല്ല രസമില്ലേ. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് കലണ്ടർ നോക്കി ജീവിക്കുന്ന ഒരാളൊന്നും അല്ല, ബട്ട് സ്റ്റിൽ കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. കുറേ പൈസ മുടക്കി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോ പീസസ് ഒക്കെ വെക്കുന്നേക്കാളും എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെക്കുമ്പോഴാണ്. ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആമസോണിൽ നിന്ന് വാങ്ങിയ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതും കൂടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. വൈറ്റ് സ്റ്റാൻഡ് ആട്ടോ വെച്ചത്. അതിൻ്റെ മേലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണ്ടല്ലോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ റൂമിനൊരു ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ ഈ വൈറ്റ് കർട്ടൻ്റെ ബാക്കിലായിട്ട് കുറച്ച് സ്ട്രിങ് ലൈറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയോ ഇട്ടിട്ടുണ്ട്. മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് ആകെ ഞാൻ റൂമിൽ ചെയ്തേക്കുന്ന ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് സത്യം പറയാലോ, ഞാൻ ഒത്തിരി ഹാപ്പി ആയത് കണ്ടപ്പോൾ. കാരണം ഇത്രയും നന്നായിട്ട് വരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാവും ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം, ഒന്നും അറിയില്ല. കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയത്. ബെഡ്ഷീറ്റ് ചൂസ് ചെയ്ത് കൂടെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് കേർട്ടൺസും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കുറേ നാൾ മുന്നേ വാങ്ങി വെച്ചതാണ്. പക്ഷേ ഇങ്ങനൊരു കളർ കോംബോയോ കളർ തീമോ ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഈവൻ ഇപ്പോൾ നമ്മൾ കേർട്ടൺസിൻ്റെ ബാക്കിൽ കൊടുത്ത ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, അതെല്ലാം ലാസ്റ്റ് മിനിറ്റിൽ വന്ന ഐഡിയ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ ഭാരപ്പെട്ട പണികളൊന്നും വേണ്ടി വന്നില്ല ഈ റൂമിൻ്റെ ലുക്കൊന്ന് മാറ്റിയെടുക്കാൻ. ഈ റൂം മേക്ക് ഓവറൊക്കെ ഞാൻ പണ്ടോട്ടേ ചെയ്യാറുള്ള കാര്യമാണ്. കാരണം ഒരേ ലുക്ക് തന്നെ കണ്ട് ബോറടിക്കുമ്പോൾ ഞാൻ പിന്നെ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കും. പക്ഷേ ഒരാണി പോലും അടിക്കാണ്ട് ഇത്ര സിമ്പിളായിട്ടൊരു റൂം മേക്ക് ഓവർ ചെയ്ത് ഇത്ര അടിപൊളിയായിട്ട് വരുന്നത് ഇത് ആദ്യമായിട്ടാട്ടോ. ആണി അടിച്ചിട്ടില്ല, ഡ്രിൽ ചെയ്തിട്ടില്ല, ഭിത്തിയിലൊന്നും സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാണ്ട് ഇത്ര അടിപൊളിയായിട്ട് വന്നു. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡും ആണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ഇത്ര ഭംഗിയാക്കി എടുത്തത്. അപ്പോൾ നിങ്ങളും റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ സാധനങ്ങൾ വാങ്ങാണ്ട് അതിനൊക്കെ മുമ്പ് നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടോ എന്ന്. പിന്നെ DIY ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതേ രാത്രിയിൽ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാവേ. എൻ്റെ ബെഡിൽ കിടന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തല വയ്ക്കുമ്പോൾ നമുക്കിതൊക്കെ കാണാട്ടോ. റൂം മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാൽക്കണി മേക്ക് ഓവർ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാവേ. ഇതിപ്പോൾ എന്നാത്തിന് ആ ടേബിളും ചെയറും എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇപ്പം ഞാൻ കിടന്നിട്ടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങി പോകാറുണ്ട്. കുറച്ച് നാളായിട്ട് അതങ്ങനെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല, എന്നും വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും നമ്മളിരിക്കുന്ന റൂമിന് അവിടുത്തെ ഒരു ആംബിയൻസിന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇത്രയും എൻജോയ് ചെയ്ത് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും എപ്പോഴും ഫുള്ളി ഓർഗനൈസ്ഡ് ആയിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്താൽ ലൈഫ് കുറച്ചും കൂടെയൊക്കെ കളറാവും, കുറച്ചും കൂടെയൊക്കെ അടിപൊളിയാവും. എന്തായാലും നമ്മുടെ റൂം മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സിൻ്റെ പ്രൈസോ ഡീറ്റെയിൽസോ ഒക്കെ അറിയണമെങ്കിൽ അതും ചോദിച്ചാൽ മതിയേ. സോ ടാറ്റാ.